എത്രയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഓൾഡ് ഷാങ്ഹായിലുള്ള ഷാങ്ഹായ് മ്യൂസിയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ആദ്യം തന്നെ കാണുന്നത് ഊഹ്വ ചെയർ. ഇത് ഒരുതരം പല്ലക്കാണ്. ഇതിൽ വിശേഷാവസരങ്ങളിൽ, വിവാഹം പോലെയുള്ള വിശേഷാവസരങ്ങളിൽ വധൂവരന്മാരെ അണിയിച്ചൊരുക്കി ഇരുത്തിക്കൊണ്ട് എടുത്തുകൊണ്ട് പോകുന്ന ഒരു ചെയറാണ്. വളരെ കലാപരമായ ഒരു സൃഷ്ടിയാണ്. അപ്പോൾ അത് ഈ അടുത്ത കാലം വരെ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ സുഹൃത്തുക്കളെ, റിക്ഷ, മനുഷ്യൻ വലിച്ചുകൊണ്ട് നടക്കുന്ന റിക്ഷ 1874 അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകളാണ് ഉള്ളത്. പിന്നെ ടെലസ്കോപ്പ് അല്ല, അത് ബൈനാക്കുലേഴ്സ്. ബൈനാക്കുലർ വിഷൻ ഒരെണ്ണം മാത്രമുള്ളതാണ് ടെലസ്കോപ്പ്. ടെലസ്കോപ്പ് എന്നും പറയാം, 2 ടെലസ്കോപ്പ് ചേർന്നത്. അപ്പോൾ കലാപരമായ സംഗതികളൊക്കെ ഉണ്ട്. അപ്പോൾ ചൈനയുടെ ചരിത്രം ചുരുക്കത്തിൽ, ചൈനയുടെ ചരിത്രം മുഴുവൻ ആണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. നല്ല പെയിൻറ്റിങ്ങുകളുണ്ട്. നോ ടച്ചിങ്. ഇതെന്തോ റവല്യൂഷനോ മറ്റോ ആണെന്നാണ് തോന്നുന്നത്. എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും അതിമനോഹരമായിട്ടുണ്ട് ചിത്രം. എന്താണ് എക്സ്പ്രഷൻസ്, ഭയങ്കരം. എന്തോ ഒരു പ്രൊട്ടക്ഷന് പോകുമ്പോൾ വെടിയേറ്റ് വീഴുന്നതോ മറ്റോ ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ഓ ശരി ശരി ശരി. സെയിം ടൈം ടൈപ്പ് ചെയ്ത് അതങ്ങനെ പ്രിന്റ് ചെയ്യാൻ പറ്റും. ഓ ശരി, പഴയ പ്രിന്റിംഗ് മെഷീൻ. ഓക്കെ, ഇത് കാണേണ്ടത് തന്നെയാണ്. പ്രിന്റിങ് ആദ്യം തുടങ്ങിയത് ചൈനയിലാണെന്ന് തോന്നുന്നു, അല്ലേ? ആണല്ലേ. പേപ്പർ കണ്ടുപിടിച്ചാണ് ചൈന. പേപ്പർ കണ്ടുപിടിച്ചാണ് ചൈന. ചൈന, ശരിയാ. അവർക്ക് എന്തായാലും ഒരു ബന്ധമുണ്ട് ഇതുമായിട്ട്. അപ്പോൾ ഈ വിവരങ്ങൾ പങ്കുവച്ചത് ഇല്ല. അത് ശരി. ഈ ടെലർ മെഷീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രിന്റ് ചെയ്യുന്ന മാറ്റർ ഇതിന് വെച്ചിട്ട് ഇതിങ്ങനെ മോളിൽ നിന്ന് ആ സാധനം ഇങ്ങനെ മൂവ് ചെയ്യും. അപ്പോഴാണ് ആ പ്രിന്റിങ് ഉണ്ടാവുന്നത്. ശരി ശരി. ഇത്രയും വലിയൊരു സാധനമാണ് ഇപ്പോൾ ഒരു ചെറിയ കമ്പ്യൂട്ടറിൽ ചെയ്യുന്നത്. ഓക്കെ, അത് ശരി, അറിയേണ്ട ഒരു വിവരം തന്നെയാണ്. താങ്ക് യു. ആൾക്കാർക്കൊന്നും മനസ്സിലായി കാണൂല കേട്ടോ. എന്തോ ഒരു സാധനം കണ്ടെന്നും പറഞ്ഞ് അങ്ങ് പോകും. സുഹൃത്തുക്കളെ, പഴയകാല സൈക്ലോസ്റ്റാറ്റ് മെഷീനാണ്. ഫോട്ടോസ്റ്റാറ്റ് മെഷീന് പണ്ടത്തെ ഉപയോഗിക്കുന്ന, പിടിച്ച് കറക്കി എടുക്കുന്ന സാധനമാണ്. സൈക്ലോസ്റ്റാറ്റ് മെഷീൻ എന്നാണ് പറയുന്നത്. ഇപ്പോൾ അതൊന്നും കാണാനില്ല. സൈക്ലോസ്റ്റാറ്റ് മെഷീൻ നമ്മളെ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ്റെ പൂർവികൻ, അതാണത്. പഴയകാല ചരിത്രം, പണ്ട് ഉപയോഗിച്ചിരുന്ന ടേബിൾ ലാമ്പുകൾ ഒക്കെയാണ്. പുസ്തകം, പെട്ടി, മാസികകൾ, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ പൂർവ്വകാലം ഓർമ്മ വരുന്നുണ്ട്. പഴയകാല പത്രം, പഴയകാല മാസികകൾ, അന്ന് നമ്മൾ അന്തം വിട്ട് വായിച്ച്, വീക്കിലികളൊക്കെ വരമിരുന്ന് നോക്കിയിരുന്ന് വായിക്കുന്നതും ഒക്കെ. ഇപ്പോൾ വായന കുറഞ്ഞല്ലോ. ഇപ്പോൾ കമ്പ്യൂട്ടറൊക്കെ വന്നതിന് ശേഷം അറിവ് സമ്പാദനത്തിൻ്റെ മറ്റൊരു മേഖലയിലോട്ട് കടന്നു. അപ്പോൾ അത് ലോകത്തെമ്പാടും ഒരേ രീതിയിൽ തന്നെ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ എന്തോ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ എന്തോ ആണ്. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന നാടൻ തോക്കുകൾ. അച്ചടി യന്ത്രം. ഉണ്ടാക്കിയിരുന്നത്
അച്ചടി യന്ത്രമല്ല, പ്രസ്സാണ് ഞാൻ പറഞ്ഞില്ല, പ്രിന്റിംഗ് പ്രസ്. പ്രിന്റിംഗ് പ്രസ്. ഓ കണ്ടിട്ട് തോന്നുന്നില്ല. ഓ സമ്മതിച്ചു. ഇതെന്നാ നോക്കൂ. അപ്പോൾ സുഹൃത്തുക്കളെ, ഷാങ്ഹായ് മ്യൂസിയത്തിൻ്റെ എക്സിറ്റിൽ നിൽക്കുകയാണ്. വെളിയിൽ ഇറങ്ങി നല്ല മനോഹരമായ പുഷ്പാലങ്കൃതമായ ആ ബിൽഡിംഗ്, പഴയ ബിൽഡിങ്ങാണ്, പഴയ ടൗണാണ് ഷാങ്ഹായ്. ആദ്യകാലത്ത് ഉയർന്നു വന്ന ടൗൺ ആയതുകൊണ്ട് ബിൽഡിങ്സ് എല്ലാം പഴയതാണ്. കണ്ട ഷാങ്ഹായ് വളരെ മനോഹരമായി പുഷ്പങ്ങൾ വളർത്തിയിരിക്കുന്നു. ഷാങ്ഹായ് ആദ്യകാലം 90കളിൽ തന്നെ 30-35 വർഷം മുമ്പ് തന്നെ വളർച്ച തുടങ്ങിയതാണ് ഷാങ്ഹായ്. അതുകൊണ്ട് ഈ ഷാങ്ഹായുടെ ഈ ഭാഗം ഓൾഡ് ഷാങ്ഹായ്, ഈ ന്യൂ ഷാങ്ഹായ് അപ്പുറത്തുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കെട്ടിടങ്ങളെല്ലാം ഒരു പഴമയുള്ളത്. പക്ഷെ പഴമയുണ്ട് എങ്കിലും അത് ബ്യൂട്ടിഫുള്ളാണ്. സിംഹത്തിൻ്റെ ഒരു തല കാണാം, വളരെ മനോഹരമായി അതിൻ്റെ സകല ഗൗരവവും സ്ഫുരിക്കുന്ന ഒരു തല. അപ്പോൾ മ്യൂസിയം കണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിൻ്റെ സന്തോഷത്തിൽ നമ്മുടെ സുഹൃത്തുക്കൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അതെല്ലാം മ്യൂസിയം കണ്ട് ഉണ്ണികൃഷ്ണൻ സാർ, അച്യുതൻ സാറ് വിശദീകരിക്കുന്നു. ജോസഫ് വർഗീസ് സാറിന് ക്ലാസ് പോലും എടുക്കുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ന്യൂ ഷാങ്ഹായ് എന്ന് പറയുന്ന ഐലൻഡാണ്. ഐലൻഡിൽ ഉയർന്നു വന്നിരിക്കുന്ന കെട്ടിടങ്ങളാണ്. അധികം പഴക്കമില്ല. എല്ലാറ്റിനും 20 വർഷം ന്യൂ ഷാങ്ഹായ് എന്നുള്ള നിലയ്ക്ക് പുതുതായിട്ട് ഉയർന്നു വന്ന കെട്ടിടങ്ങളാണ്. അപ്പോൾ നേരെ മറിച്ച് ഓൾഡ് ഷാങ്ഹായിലുള്ളതെല്ലാം പഴയ കെട്ടിടങ്ങളാണ്. ഇത് 100 വർഷത്തോളം പഴക്കമുള്ള അയൺ ബ്രിഡ്ജാണ്. ഓരോ 5 വർഷം കൂടുമ്പോഴും ഇത് അഴിച്ച് ഫാക്ടറിയിൽ കൊണ്ടുപോയി അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തി റീഫിറ്റ് ചെയ്യും. അത്രയും കൃത്യമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ചരിത്ര പ്രസിദ്ധമായ യാങ്സി നദിയുടെ കരയിൽ ഉയർന്നു വന്ന ദ്വീപിൽ, ഐലൻഡിൽ ഉയർന്നു വന്ന ചരിത്ര പ്രസിദ്ധമായ ന്യൂ ഷാങ്ഹായ് ആണ് അത്. അതിലെ പ്രസിദ്ധമായ ടവറാണ് ഷാങ്ഹായ് ടവർ, ഏറ്റവും ഉയരം കൂടിയ ടവർ ഷാങ്ഹായിൽ. പിന്നെ ഇത് ഓറിയൻ്റൽ പേൾ TV ടവർ, അത് ആണ് ഷാങ്ഹായിയുടെ മുഖമുദ്രയായിരിക്കുന്ന ടവർ. അതിൻ്റെ സെക്കൻഡ് ലെവലിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഒരു കപ്പൽ പോകുന്നു. യാങ്ടീസ് നദി ചരിത്രപ്രസിദ്ധമായ നദിയാണ്. കപ്പലുകൾ പോലും പോകുന്ന അത്ര ആഴമുള്ള നദിയാണ്. ഇനി യൂങ്സു എന്ന് പറയുന്ന നദി താഴെയുണ്ട്, ചെറിയ നദി, പോഷക നദി. അതുമായിട്ട് കണക്ഷൻ കനാലിലൂടെയാണ് നമ്മൾ വന്നത്. കണക്ഷൻ കനാലിന് കുറുകെ ഉള്ളതാണ് 100 മീറ്റർ പഴക്കമുള്ള ഉരുക്ക് അയൺ ബ്രിഡ്ജ്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് മനസ്സിലായി. ഈ രണ്ട് നദികളിലെയും ലെവൽ വ്യത്യാസം വരുമ്പോൾ ലെവൽ ഒന്നാക്കുന്നതിന് വേണ്ടി ഗേറ്റ് തുറക്കുകയും ലെവൽ ഒന്നാക്കുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു. ഷാങ്ഹായിലെ ചോപ്സ്റ്റിക് ടവർ, ചോപ്സ്റ്റിക്കിൻ്റെ ഷേപ്പാണ് അതിന്. അപ്പോൾ ഇത് ന്യൂ ഷാങ്ഹായ് എന്ന് പറയുന്ന ഐലൻഡാണ്, യാങ്ടീസ് ദ്വീപിലുള്ള ഐലൻഡാണ്. ഇവിടെ യാങ്ടീസ് നദി കറങ്ങി വന്ന് സിക്സാഗ് ഷേപ്പിലാണ് പോകുന്നത്. അപ്പോൾ അതൊരു ദ്വീപായി മാറിയിരിക്കുകയാണ്. അതാണ് ന്യൂ ഷാങ്ഹായ്. അതിൽ ഷാങ്ഹായിയുടെ മുഖമുദ്രയായ ഓറിയൻ്റൽ പേൾ TV ടവറാണ്. 2 ഡോംസ് ഉണ്ട്. അതിൽ 2 മേളിലൊരു ചെറിയ ഡോമും ഉണ്ട്. ഇനി അപ്പുറത്ത് 2 ഇരട്ട ഡോംസ് ഉള്ളത് ഷാങ്ഹായ് ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻ്ററാണ്. അവിടെയാണ് നമ്മുടെ പ്രധാനമന്ത്രി മോദിയും ചൈന പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും കൂടിയാലോചന നടത്തിയത്. ഇനി അതിനപ്പുറത്ത് ഒരു ചോപ്സ്റ്റിക്കിൻ്റെ ആകൃതിയിലുള്ള ടവർ ഉണ്ട്.
അത് കഴിഞ്ഞ് അതിനപ്പുറത്ത് നല്ല ലോങ്ങസ്റ്റ്, അത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ 632 മീറ്റർ ഹൈറ്റുള്ള ഷാങ്ഹായ് ടവറാണ്. ഒന്നാം സ്ഥാനം ദുബായിലെ ബുർജ് ഖലീഫ, എല്ലാവർക്കും അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ചരിത്രം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിരിക്കുക. നമ്മുടെ ഗൈഡ് കാര്യങ്ങൾ പറയുക. The Bank of China, Constructing Bank, Agriculture Bank of China, and the ICBC Bank of China. ബാങ്ക് ഓഫ് ചൈന സകലമാന ബാങ്കുകളുടെയും കേന്ദ്രമാണ്. കാരണം ഒരു ബിസിനസ് ക്യാപിറ്റലാണ്. പിന്നെ ധനം ലോകത്തിലെ എക്കോണമിയുടെ കേന്ദ്രമായി മാറിയ സ്ഥലമാണ്. അപ്പോൾ ഏറ്റവും വലിയ കൊമേഴ്സ്യൽ സെൻ്ററാണ്. പിന്നെ കണ്ടെയ്നർ ടെർമിനൽ പോർട്ടിൽ ഒന്നാം സ്ഥാനമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എല്ലാവിധ എക്കോണമിയും ഫൈനാൻസ് കേന്ദ്രീകരണം നടന്ന സ്ഥലമാണ്. ഡെൻ സിയാവോപിങ് ആണ് ഇതിനെ വികസിപ്പിക്കുന്നതിന് നാന്ദി കുറിച്ചത്. ഫ്രീ മാർക്കറ്റ് എക്കോണമി, ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ എല്ലാം സ്ട്രോങ് ആയിട്ട് തന്നെ കൊണ്ടുവന്നു. പൂച്ച കറുത്തതായാലും വെളുത്തതായാലും വേണ്ടില്ല, മീനല്ലല്ലോ എലിയെ പിടിച്ചാൽ മതി എന്ന ചൈനീസ് പഴമൊഴിയെ അനുസ്മരിപ്പിക്കുമാറ് സോഷ്യലിമോ കമ്മ്യൂണിസമോ ഒന്നും അല്ല, ക്യാപിറ്റലിസമാണ് തൻ്റെ നാടിൻ്റെ വികസനത്തിനും ആളുകളുടെ പട്ടിണി മാറ്റാനും നല്ലതെങ്കിൽ അത് സ്വീകരിക്കാം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന ഇതിഹാസ പുരുഷനാണ്. ചൈനയുടെ ഏറ്റവും വലിയ നേതാവാണ് മഹാനായ ഡെൻ സിയാവോപിങ്. അതിനു മുമ്പ് മാവോയുടെ കാലത്ത് വളരെ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞ് ഫാമിൻസ്, പട്ടിണി മരണങ്ങൾ പോലും ഉണ്ടായ ഒരു ദരിദ്ര രാഷ്ട്രമായിരുന്നു. അങ്ങനെ ഉള്ള ആ ചൈനയെ ഇന്നത്തെ ലോകത്തെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിച്ചത്, അതിന് നാന്ദി കുറിച്ച ഷാങ്ഹായ്, അതിന് നാന്ദി കുറിച്ച മഹാൻ നമ്മുടെ ഡെൻ സിയാവോപിങ്. നമ്മുടെ ഇന്ത്യക്കും കേരളത്തിന് വിശേഷിച്ചും ഇതൊക്കെ സ്വീകരിക്കാൻ കഴിയുന്നതാണ്. സ്വീകരിക്കാൻ പറ്റുമോ? ഒരു ഡെൻ സിയാവോപിങ് കേരളത്തിൽ ഉയർന്നു വരുമോ? അതിനുള്ള സാധ്യത വളരെ വളരെ ഒന്നും പറയാൻ പറ്റുന്നില്ല. ഉയർന്നു വരട്ടെ എന്ന് മാത്രം നമുക്ക് ചിന്തിക്കാം. നമ്മളെ രാഷ്ട്രീയക്കാരും അതിനേക്കാളും കഷ്ടം കുറേ ബുദ്ധിജീവികളും അവരുടെ ബുദ്ധി എന്തിനു വേണ്ടി ചെലവഴിക്കുന്നു എന്ന് മാത്രമേ നമ്മൾ ഇനി ചിന്തിക്കേണ്ടതുള്ളൂ. രാഷ്ട്രീയക്കാരെ മൊത്തം തെറ്റിദ്ധരിപ്പിക്കുന്നത് വിവരമില്ലാത്ത ബുദ്ധിജീവികളാണ്. ഇവരുടെ ഈ ഒരു കുൽസിത പ്രവൃത്തി ഒന്ന് അവസാനിച്ചാൽ തന്നെ കേരളം രക്ഷപ്പെടും. അപ്പോൾ ഒരു ഡെൻ സിയാവോപിങ് ഉയർന്നു വരട്ടെ, കേരളം രക്ഷപ്പെടട്ടെ, ഇന്ത്യ രക്ഷപ്പെടട്ടെ എന്ന് നമുക്ക് ആശിക്കാം. സുഹൃത്തുക്കളെ, ബൈ. ഇവർ നമ്മൾ സ്വർണത്തിനെ ഇന്ത്യനാണ്, ഇത് ആഫ്രിക്കനാണ്. അപ്പം ഇത് ഇവിടെ നമ്മൾ കാണുന്നത് പേൾസിൻ്റെ ഒരു മായാജാലമാണ്. പേൾസ്, ചൈനീസ് പോട്ടറി, അതൊക്കെയാണ്. നമ്മൾ ആഭരണങ്ങളാണെങ്കിൽ തന്നെയും പേൾസും ജെംസുമാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. നമ്മുടെ സ്വർണത്തിനേക്കാളും കൂടുതൽ ചൈന പാത്രങ്ങൾ വളരെ പണ്ട് മുതലേ നമ്മൾ ചൈന ക്ലേ എന്ന് പറയുന്ന സാധനം, അതിൻ്റെ ഒറിജിൻ ഇവിടെയാണ്. ചൈന ക്ലേ ഒറിജിനൽ കോസ്റ്റ്ലി ആയിരിക്കും. ഒറിജിനൽ സാധനം കോസ്റ്റ്ലിയാണ്. അതൊക്കെ ജെംസ്, ജെയ്ഡ് രത്നങ്ങൾ, രത്നാഭരണങ്ങളാണ് ഏറ്റവും പ്രസിദ്ധം. നമ്മൾ സ്ത്രീജനങ്ങൾ സ്വർണം ഉപയോഗിക്കുമ്പോൾ അതിന് പകരം ഇവിടെ സ്ത്രീകൾ ഉപയോഗിക്കുന്നത് പുരുഷന്മാരും ജെയ്ഡ് രത്നങ്ങൾ. അപ്പോൾ അത് ബുദ്ധിപരമാണ്, അതൊരിക്കലും മങ്ങുകയില്ല, അതിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. ലാഫിംഗ് ബുദ്ധ. അപ്പോൾ അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ വളരെ കൂലങ്കഷമായി പരിശോധിക്കുകയാണ്. ഇതിലേത് നല്ലത്, ഏത് കൊള്ളാം, ഏതെടുത്താൽ നന്ന്, ഏത് നമുക്ക് യോജിക്കും, ഏതാണെങ്കിൽ നമ്മൾ പറ്റിക്കപ്പെടുകയില്ല എന്നൊക്കെ വളരെ കൂലങ്കഷമായി പരിശോധിക്കാൻ അവർക്ക് തന്നെ പറ്റുള്ളൂ. അവർക്കാവുമ്പം പരിചയമുണ്ട്. അപ്പോൾ അതാണ് അവിടെ നടക്കുന്നത്. Here is the 83
ഏതെടുത്താലും 600 യുവാൻ, 400 യുവാൻ, 200 യുവാൻ. 400 is $55. എല്ലാം And $200. വളരെ കൃത്യമാണ്. എല്ലാം അവിടെ എഴുതിയിട്ടുണ്ട്. ചെല്ലുക, നോക്കുക, എടുക്കുക, സെലക്ട് ചെയ്യുക, പൈസ കൊടുക്കുക, വാങ്ങുക. ആന, രത്നത്തിലുള്ള ആന. ഡ്രാഗൺ, ചരിത്ര പ്രസിദ്ധമായ ചൈനീസ് ഡ്രാഗൺ, അത് രത്നമാണ്. $2,88,660 യുവാൻ മാത്രമേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. ഗംഭീരമായിരിക്കുന്നത്. വാങ്ങിയ ഒരു മുതലാണ് ലിഡി. പൈസ ഉണ്ടെങ്കിൽ വാങ്ങിക്കൊണ്ട് പോകും. ഈ പൈസ ഇല്ലാണ്ട് കുറഞ്ഞ സാധനം ഉണ്ട് അതെടി. അതെ. ഹലോ, നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. അപ്പോൾ ജെയ്ഡ് ഫാക്ടറി, രത്ന ഫാക്ടറിയുമായി ബന്ധപ്പെട്ട ഷോറൂം സന്ദർശിച്ച് ആവശ്യത്തിനുള്ള രത്നങ്ങളും പേഴ്സും മാലകളും ഒക്കെ വാങ്ങി വളരെ സന്തുഷ്ടരായി വെളിയിലിറങ്ങി. ഇതാണ് ജെയ്ഡ് ഫാക്ടറി ഷോറൂം. വെളിയിലിറങ്ങി വളരെ സന്തോഷത്തോടു കൂടി റെസ്റ്റ് ചെയ്യുന്ന നമ്മുടെ സഞ്ചാരം യാത്രാ അംഗങ്ങളെ, സുഹൃത്തുക്കളെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ വളരെ സന്തുഷ്ടരാണ്, ഒരു റിലാക്സിങ് മൂഡിലാണ്. നല്ല അന്തരീക്ഷം, നല്ല തണുപ്പ്, നല്ല ഗ്രീനറി ഒക്കെ ഉള്ള ഒരു സ്ഥലം കണ്ടപ്പോൾ അവരവിടെ റെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ രാവിലെ ഞങ്ങൾ ഓൾഡ് ഷാങ്ഹായിൽ നിന്നുകൊണ്ട് ന്യൂ ഷാങ്ഹായ് നോക്കിക്കണ്ടിരുന്നു. ന്യൂ ഷാങ്ഹായ് എന്ന് പറയുന്നത് ഒരു ദ്വീപാണ്. യാങ്സി നദിയിൽ, ചൈന കടലിൽ യാങ്സി ദ്വീപിൻ്റെ എക്സ്റ്റോറി അഴിമുഖത്ത് ഉള്ള ദ്വീപാണ് ന്യൂ ഷാങ്ഹായ്. അതിനാണ് ഏറ്റവും വലിയ വികസനമുള്ളത്. അത് ഓൾഡ് ഷാങ്ഹായിൽ നിന്നുകൊണ്ട് നോക്കിക്കണ്ടു. ഇനി അങ്ങോട്ട് പോകുന്നുണ്ട് ഉച്ചയ്ക്ക് ശേഷം. ഓക്കെ സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ അവിടെ റെസ്റ്റ് ചെയ്യട്ടെ. നമുക്ക് ചുറ്റുപാടും ഒന്ന് കണ്ടുവരാം. വളരെ മനോഹരമായ പ്രകൃതി, ഗ്രീനറി, ഒരു ഗ്രീൻ പാർക്ക് പോലെ സംവിധാനം ചെയ്തിരിക്കുകയാണ്. പലതരത്തിലുള്ള പൊക്കം കുറഞ്ഞ ഒരുതരം വൃക്ഷങ്ങൾ വളരെ ഭംഗിയിൽ വളർത്തിയിരിക്കുന്നു. അപ്പോൾ നല്ല മനോഹരമായ പ്രകൃതിയാണ്. നല്ല ശീതളമായ പ്രകൃതിയാണ്. ഉന്മേഷദായകമായ പ്രകൃതിയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയത്. ഉയരമുള്ള വൃക്ഷങ്ങളും ഉണ്ട് ഇടയ്ക്കിടെ. അപ്പോൾ അതൊന്ന് കാണിക്കണം എന്ന് തോന്നി എന്നതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്. എത്ര മനോഹരമാണ് എന്ന് നോക്കുക. ഓക്കെ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഓൾഡ് ഷാങ്ഹായിൽ നിന്നുകൊണ്ട് ന്യൂ ഷാങ്ഹായ് എന്ന് പറയുന്ന ദ്വീപിലെ കാഴ്ചകൾ നോക്കിക്കാണുകയായിരുന്നു രാവിലെ. അപ്പോൾ ഓൾഡ് ഷാങ്ഹായും ന്യൂ ഷാങ്ഹായും കൂടെ ചേർന്നതാണ് ഷാങ്ഹായ് മുനിസിപ്പാലിറ്റി. അപ്പോൾ ന്യൂ ഷാങ്ഹായ് എന്ന് പറയുന്ന ദ്വീപാണ്. യാങ്സി നദിയുടെ എസ്റ്റോറി ചൈന കടലിൽ പതിക്കുമ്പോൾ അവിടെ ആ അഴിമുഖത്ത് ഉള്ള ഒരു ചെറിയ ദ്വീപാണ്. ഈ ദ്വീപിലാണ് ഏറ്റവും വലിയ വികാസമുള്ളത്. അമ്പരചുംബിയായിട്ടുള്ള കെട്ടിടങ്ങൾ ഒക്കെ വന്നിട്ടുള്ളത് അവിടെയാണ്. ഏറ്റവും പൊക്കം കൂടിയ ഷാങ്ഹായ് ടവർ, ലോകത്തിലെ രണ്ടാമത്തെ ബുർജ് ഖലീഫ കഴിഞ്ഞാൽ. പിന്നെ പേൾ TV ടവർ, അതിന് 2 പിങ്ക് ഡോംസ് ഉണ്ട്. അതിൽ രണ്ടാമത്തെ ഡോംസ് ടോപ്പ് ഞങ്ങൾ പോകുന്നുണ്ട് ഉച്ചയ്ക്ക് ശേഷം. അപ്പോൾ ആ കാഴ്ചകൾ ഉച്ചയ്ക്ക് ശേഷം പങ്കുവയ്ക്കുന്നതാണ്. അപ്പോൾ മനോഹരമായ കാഴ്ചകളിലൂടെയുള്ള പ്രകൃതി നടത്തം തുടരുകയാണ്. ഇനി എത്രയും പെട്ടെന്ന് നമ്മുടെ കൂട്ടുകാരുടെ അടുത്ത് എത്തിച്ചേരേണ്ടതുണ്ട്. ഓക്കെ, ബാക്കി വിശേഷങ്ങൾ പിന്നീട്.